ബ്രോ പടം എങ്ങനെയുണ്ട്? പടം തല്ലിപ്പൊളി. പ്രകൃതി ഭംഗിയാൽ മൂടിക്കിടക്കുന്ന മോളിവുഡ്, തൊട്ടപ്പുറത്തോ തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളും. അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന മോളിവുഡിനെ ഒരു പാൻ ഇന്ത്യൻ മൂവി ചെയ്ത് രക്ഷിക്കാൻ തനിക്കേ കഴിയൂ. താനാണ് മോളിവുഡിന്റെ റോക്കി ബായ് എന്നൊക്കെ ഒരു തോന്നൽ. Then happened. Yes guys, King of Kotha. കൊത്ത സിറ്റിയിലേക്ക് CI ഷാഹുൽ ചാർജ് എടുക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ആ കാണുന്ന ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് കൊത്ത. മാർവലസ്. പുതിയ CI ഷാഹുലിനെ കണ്ട് കുറച്ച് കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഐഷുവും കുറച്ച് സിസ്റ്റേഴ്സും അങ്ങോട്ട് വരും. കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് പറയും, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിന് ലഹരിക്കും അടിമകളാണ്. അതേ ഗൈസ്, കൊത്ത ലഹരിയിൽ മയങ്ങിക്കിടക്കുകയാണ്. കണ്ണൻ ബായ് ആൻഡ് ടീമാണ് കൊത്തയിലെ ഡ്രഗ് മാഫിയ. ഇതാണ് കണ്ണൻ ബായ്. കണ്ണൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, കണ്ണൊന്നും മര്യാദയ്ക്ക് വർക്കാവില്ല. കണ്ണൻ ഭായ്. ഇതറിഞ്ഞ CI ഷാഹുൽ കണ്ണൻ ബായിയെ കാണാൻ പോവും. അതേ ഗൈസ്, ധീരനായ ഒരു പോലീസ് ഓഫീസർ. പക്ഷേ കണ്ണൻ ബായ് അടിച്ച് പഞ്ചറാക്കും. അങ്ങനെ ഇതിൽ ദേഷ്യം വന്ന CI കൊത്തയുടെ ചരിത്രം അന്വേഷിക്കാൻ തുടങ്ങും. പിള്ളേരാണ് ചരിത്രം പഠിക്കും. അപ്പതാ എല്ലാരും ഒരേ ഒരു പേരാ പറയുന്നത്, രാജു ബായ്. നമ്മുടെ രാജു ഇല്ലേ, എന്ത് ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അവനൊരു വീര പരിവേഷമുണ്ട്. രാജുവാണ് ക്ലബിന്റെ ഫൗണ്ടർ. അങ്ങനെ വൻ തള്ളുകളാണ്. അവനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു ഒരാൾ ജീവൻ നിലനിർത്താൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം. അങ്ങനെ 1986 കൊത്തയുടെ കഥ CI ഷാഹുൽ അറിയുകയാണ്. ആ സമയത്ത് കൊത്ത വിറപ്പിച്ചിരുന്ന ഡോണാണ് രാജു. ഈ നാട് വിറപ്പിക്കുന്ന റൗഡിയാ, അവനെ കണ്ട വിറയ്ക്കണം. ലോലിപോപ്പായിരുന്നു അവന്റെ ഇഷ്ടഭക്ഷണം. ഉള്ളത് പറയാലോ, മലയാള സിനിമയിൽ ഇത്രയും മുക്കപ്പെട്ട ഒരു മാസ് ഹീറോ വേറെ ഉണ്ടായിട്ടില്ല. മാസ് കാണിച്ചതാ. കൂടെ ഉണ്ടായിരുന്നവന്മാര് വരെ ഊക്കി വിട്ട് അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു പോകും. ആ ടൈമിലൊക്കെ കണ്ണൻ ബായും രാജുവും ഒരു ടീമായിരുന്നു. രാജുവിനെ നോക്കിയതൊക്കെ കണ്ണൻ ബായുടെ മദറാണ്. രാജു വാടമോനെ. രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയാ. സീരിയസ്ലി ഗൈസ്, രാജുമോനെ പറ്റി കുറ്റം പറഞ്ഞ ഒരാളുടെ മുഖത്തേക്ക് ചൂടുവെള്ളം വാരി എറിഞ്ഞിട്ടുണ്ട് ആ തള്ള. ഏതെങ്കിലും നാട്ടിൽ കിടന്ന ആരെങ്കിലും കത്തിൽ തീർന്നുണ്ടാവും. അതാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണമ്പായിന് രാജുവിന്റെ റിയൽ ഫാദർ വന്ന് തല്ലുന്നത്. അത് രാജുവിന് സഹിക്കൂല. കാരണം കണ്ണനെ ആരെങ്കിലും തൊട്ടാ രാജു വെറുതെ ഇരിക്കില്ല, അത് സ്വന്തം അച്ഛനായാൽ പോലും. അങ്ങനെ സ്വന്തം അച്ഛനെ തല്ലാൻ വേണ്ടി രാജു പോവും. എന്നിട്ട് നല്ല അടി വാങ്ങി തിരിച്ചു വരും. എന്റെ ലിവറാണ്, ലിവർ പൂളാണ്. രാജു സാധാ ഒരു ഡോണല്ല, ഒരു റൊമാൻറ്റിക് ഡോണാണ്. യെസ് ഗൈസ്, ഐഷു നല്ല ഭയഭക്തി ബഹുമാനമുള്ള ഒരു കാമുകി. ഏട്ടാ ചേർത്തല്ലാതെ വിളിക്കത്തേയില്ല. പണ്ട് താരദ സുപ്രയ്ക്ക് വേണ്ടി ആയുധക്കടത്ത് നിർത്തിയതുപോലെ രാജു ഇവൾക്ക് വേണ്ടി കഞ്ചാവ് കടത്താണ് നിർത്തിയത്. ആ ലെവലിൽ ലവാണ്. ബട്ട് ഗൈസ്, അവൾ നമ്മുടെ രാജുവേട്ടനെ ചതിക്കുകയാണ്. യെസ്, അവൾക്കൊരു ബെസ്റ്റി ഉണ്ട്. ഇതറിഞ്ഞ് രാജു അവനെ പേടിപ്പിക്കാൻ വരും. അതെ, രാജു ദാവൂദിനേക്കാളും ടെററാണ്. രാജു ഭായ്, ആ ടെറർ ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്ത് വരവാടാ ഇത്? രാജനാരാ? ഈ നാട് വിറപ്പിക്കുന്ന റൗഡിയാ. നീ വിറപ്പിക്കുന്ന നോട്ടം നോക്കണം. ഇത് മതിയോ? ആ കറക്റ്റ്. നമ്മൾ എവിടെ വെച്ചാ നിർത്തിയത്? യെസ് രാജുട്ടാ, ഒന്നും കൂടി ആ മാസം ഒന്ന് കാണിച്ചു കൊടുക്കൂ. നിനക്കെന്താണ് ഒരു ഏർപ്പെടുത്തും? പേടിച്ചോ? അച്ഛൻ ഇവന് ഒരു ചുക്ക് അറിയാൻ പാടില്ല. അവിടുന്ന് മൂക്ക് കിട്ടിയതിന് ശേഷം രാജുബായ് ആ ബന്ധം വേണ്ടെന്ന് വെക്കും. അങ്ങനെ രാജു തളർന്നിരിക്കുന്ന സമയത്താണ് കണ്ണൻ ബായും രാജുവിനെ വെക്കുന്നത്. കണ്ണൻ രാജുവിനെ പറ്റിച്ച് കഞ്ചാവ് കച്ചവടം തുടങ്ങും. മാത്രമല്ല മറ്റൊരു ഡോണിനെ കൊന്ന അയാളുടെ ഭാര്യനെ കെട്ടി കൊത്തയിൽ ഒരേ ഒരു ഡോണാവും. ഈ ഊക്കലുകളൊന്നും സഹിക്കാൻ വയ്യാതെ രാജു നോർത്ത് ഇന്ത്യയിൽ പോയി ആപ്പിൾ കച്ചവടം തുടങ്ങും. അവിടെ അവനൊരു പേരും കൂടിയുണ്ട്, ആപ്പിൾ രാജു.
അങ്ങനെ ഈ കഥ കേട്ട് ഇംപ്രസ്സായ CI രാജുവിനെ തിരിച്ചു വിളിച്ച് വീണ്ടും ഊക്ക് വാങ്ങിക്കൊടുക്കാൻ പ്ലാൻ ആക്കും. നമുക്ക് ഈ രാജുവിനെ കൊത്തയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലോ? അതിന് രാജുവിന്റെ സിസ്റ്ററെ കണ്ണമ്പായുടെ അളിയൻ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഒരു കമ്പയങ്ങ് അടിക്കും. ഇത് അറിഞ്ഞതും രാജു നാട്ടിൽ വന്ന് കണ്ണന്റെ അളിയന്റെ കൊരവള്ളി പറിച്ചെടുക്കും. And I want to talk about violence against children. It is a big no-no. നാട്ടിലെത്തിയതിനു ശേഷം നോർത്തിൽ ആപ്പിൾ കച്ചവടമാണെന്ന് പറയാൻ മടിയായോണ്ട് അവിടെ എന്നെ എല്ലാവരും രാജു മദ്രാസി എന്നാണ് വിളിക്കാറ്, ഞാനവിടെ വലിയ ഡോൺ ആണ് എന്നൊക്കെ അങ്ങ് തള്ളി മറിക്കും. ഗൈസ്, ബ്രദറിനെ രാജു കൊന്നതോടുകൂടി കണ്ണന്റെ ഭാര്യ കണ്ണനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും രാജുവിനെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ കണ്ണൻ ഒരു പ്രൊഫഷണൽ കില്ലറെ ഹയർ ചെയ്യും. അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ, പ്രശസ്ത ബാസ്കറ്റ് കില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്, ഹാക്ക് ചെയ്തു വരെ ആളെ കൊല്ലാൻ കഴിവുള്ളവൻ. ഇപ്രാവശ്യം വന്നത് പുതിയൊരു ടെക്നിക്കായിട്ടാണ്, സ്യൂട്ട് കേസ് കില്ലിംഗ്. ഇത്രയും നല്ലൊരു പ്രൊഫൈലുള്ള പ്രൊഫഷണൽ കില്ലറെ ആരാ വിളിക്കാതിരിക്കുക? യെസ് ഗൈസ്, സൗബിൻ. കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിലച്ഛന്റെ വേഷത്തിലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഹോട്ടൽ വെയിറ്ററിന്റെ വേഷത്തിലാണ് ദി ഡെഡ്ലി കില്ലറിന്റെ വരവ്. റിയൽ പ്രൊഫഷണൽ കില്ലർ. സൗബിക്ക് റൂമിൽ കയറി ഗൈസ്, ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? സൗബിക്ക ഡെഡ്. കണ്ണമ്പായുടെ ആ അറ്റന്റും പാളിപ്പോയി. രാജുവേട്ടനാണെങ്കിൽ കണ്ണൻബായിയോട് ഇതിനെ പ്രതികാരം ചെയ്യാൻ നടക്കുകയാണ്. കണ്ണൻബായിനെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിയൊക്കെ പെടുത്തും രാജുബായി. ആ സമയത്താണ് മറ്റേ സൈക്കോത്തള്ള രാജുബായിയോട് വീട്ടിലേക്ക് വരാൻ പറയുന്നത്. ഇന്ന് രാത്രി അങ്ങനെ അവരെ കാണാൻ രാജുമോൻ വീട്ടിലേക്ക് പോവും. ബട്ട് ഗൈസ്, അത് കണ്ണൻബായി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ടാടാ അമ്മ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ആ തള്ള അത് ചെയ്തതോ ഒരു പൂച്ചയ്ക്ക് വേണ്ടി. യെസ് ഗൈസ്, പൂച്ചയെ കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പോഴാ അമ്മ വഴങ്ങിയത്. അടിപൊളി. രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയാ. ഗൈസ്, ഇപ്രാവശ്യം രാജു ഡെഡ് ആവുമോ? നോ, ഇല്ല, ഹി എസ്കേപ്ഡ്. Attempt failed. ഇതിന്റെ ഇടയിൽ രാജു ഐഷുനായിട്ട് ബന്ധം പുതുക്കാൻ പോവും, പെങ്ങളുടെ ബർത്ത്ഡേക്ക് വിളിക്കാൻ. നാളെ എന്റെ പൊന്നുന്റെ പിറന്നാള് വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. ആ സമയത്ത് കണ്ണൻബായി വന്ന് അവളെ പിന്നീന്ന് കുത്തിയിട്ട് പോവും. ഐഷു ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഇനി രണ്ട് കുണ്ടിക്കുള്ള ഇരിക്കുന്നത് തോന്നുന്നത്. ഈ സമയത്തിന് രാജുവിന്റെ ഫാദറിനെയും കണ്ണൻബായി കൊല്ലും. അവസാനം ഇതിന്റെ ഒക്കെ പ്രതികാരമായിട്ട് രാജുബായി കണ്ണൻബായിയുടെ അധോലോകം ഇടിച്ച് നശിപ്പിക്കും. എന്നിട്ട് കണ്ണൻബായിക്ക് ഒരു ട്വിസ്റ്റ് പറഞ്ഞു കൊടുക്കും. നീ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തത് നിന്റെ അളിയന് വേണ്ടിയിട്ടല്ല, നിന്റെ ഭാര്യയ്ക്ക് എന്നോ ഉണ്ടായ ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണെന്ന്. അതേ ഗൈസ്, അത് നൈല ഉഷയുടെ കൊച്ചായിരുന്നത്രേ. ഇങ്ങനെ മൊത്തത്തില് ഒരു അപരാധം പണം. കണ്ണൻബായി പോലും അറിയാതെ ഒരു സ്റ്റെപ്പ് ഫാദർ ആയിരിക്കുകയാണ്. അവസാനം രാജുബായി കണ്ണൻബായിയെ കൊല്ലും. എന്നിട്ട് ഐശ്വര്യയും കൂട്ടി നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ആപ്പിൾ കച്ചവടം തുടങ്ങും. കൊത്ത അവന്റെ കയ്യിലുമാവും. പടം കഴിഞ്ഞ്. Deleted scene. യെസ് ഗൈസ്, രാജുവിന്റെ വിന്നേഴ്സ് കൊത്ത വേഴ്സസ് ഇസഹാക്കിന്റെ ബീച്ച് 11. ബലാമുട്ടിക്ക് മുന്നേ നമ്മുടെ രാജുബായിക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഗോളാവുമോ? ബീച്ചിൽ വേനത് തടുക്കാൻ കഴിയുമോ? മൈ ഗോഡ്, ഓ മൈ ഗോഡ്, അയ്യോ, വാവ്, വമ്പൻ സേവ്. ഈ കളിയിൽ ആര് ജയിക്കുമെന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ പ്രഡിക്റ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.